ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയത് രാമായണ കഥ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി രാമായണ കഥ കുട്ടികൾക്ക് എന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. മുത്തച്ഛൻ കൊച്ചുമക്കൾക്കും മക്കൾക്കും രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ കഥയാണ് ഞാൻ വായിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാമായണ കഥ കുട്ടികൾക്ക്. രാവിലെ തന്നെ മുത്തശ്ശി രാമായണം വായിക്കാൻ തുടങ്ങി. കുളിച്ച് കുറിയിട്ട് ശുഭ്രവസ്ത്രങ്ങളുടുത്ത് നിലവിളക്കിന് മുന്നിലിരുന്നു. അധ്യാത്മരാമായണം കയ്യിലെടുത്തു. മനസ്സു തെളിഞ്ഞു. രാഗത്തിൽ വായന തുടങ്ങി. രാമായണ കഥ കേൾക്കാൻ പേരക്കുട്ടികൾ മുത്തശ്ശിയുടെ അടുക്കൽ ചെന്നിരുന്നു. അവരോടൊപ്പം അമ്മമാരും. വായന കേൾക്കാൻ ചുറ്റും കൂടുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഒരു കുഴപ്പം. അതെന്താ? ആളുകൾ കൂടുമ്പോൾ വായനയിൽ നീട്ടലും കുറുക്കലും കൂടും. പിന്നെ എല്ലാം അവ്യക്തം. നീട്ടി മൂളിക്കൊണ്ടുള്ള വായന കേട്ട് എല്ലാവരും തലയാട്ടി. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. വൈകുന്നേരം കുഞ്ഞുമക്കൾ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നു. മുത്തശ്ശി വായിക്കുന്ന രാമായണ കഥ കാവ്യത്തിൻ്റെ കഥ പറയാൻ അവർ മുത്തച്ഛനോട് ആവശ്യപ്പെട്ടു. മുത്തച്ഛൻ കുട്ടികളുടെ അമ്മമാരോടായി പറഞ്ഞു. അമ്മമാർക്കും കഥ കേൾക്കാം. കുഞ്ഞുമക്കൾ ചോദിക്കുമ്പോൾ ചമ്മാതെ പറയാമല്ലോ. മുത്തച്ഛൻ കഥ പറയാൻ തുടങ്ങി. കുട്ടികളും അവരുടെ അമ്മമാരും കഥ കേൾക്കാൻ കാതുകൂർപ്പിച്ചിരുന്നു. അവതാരപുരുഷനായ ശ്രീരാമൻ്റെ കഥ ഭക്തി നിർഭരമാണ്. കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ. രാമായണം രാമൻ്റെ കഥയാണ്, സീതയുടെയും. ശ്രീരാമൻ ആരാ? മഹാവിഷ്ണുവിൻ്റെ അവതാരം. ദുഷ്ടനായ രാവണനെ കൊല്ലാൻ അവതാരമെടുത്തു. രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. പക്ഷേ ചീത്ത പ്രവൃത്തികളേ ചെയ്യൂ. അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ എല്ലാവരും വലഞ്ഞു. ദിനം പ്രതി രാക്ഷസന്മാർ പെറ്റുപെരുകി. ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ഭൂമിദേവി തളർന്നു. സങ്കടം ആരോട് പറയും? സഹിക്കുക തന്നെ. ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി കടന്നുപോയി. കാര്യങ്ങൾ ബ്രഹ്മദേവനോട് പറയുക തന്നെ. ഒടുവിൽ ഭൂമിദേവി തീരുമാനിച്ചു. ബ്രഹ്മദേവൻ എല്ലാം അറിയേണ്ടവനല്ലേ. പശുവിൻ്റെ രൂപം ധരിച്ച് ഭൂമിദേവി ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മാവിനെ കണ്ടു. വിവരങ്ങൾ ഉണർത്തിച്ചു. ബ്രഹ്മാവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ കഴിയും? മുമ്പ് രാവണന് വരം നൽകിയിട്ടുള്ളത് ബ്രഹ്മാവാണ്. കൊടുത്ത വരം തിരിച്ചെടുക്കാൻ കഴിയുമോ? രാവണനാണെങ്കിൽ വരം വാങ്ങി ശക്തനായി തീർന്നു. ബ്രഹ്മദേവന് പറ്റിയ അമളി പുറത്തു പറയാമോ? പറയാതിരിക്കുന്നതെങ്ങനെ? ഇനി രക്ഷിക്കാൻ മഹാവിഷ്ണുവിനെ കഴിയൂ. ഭഗവാൻ വഴി കണ്ടെത്താതിരിക്കില്ല. ബ്രഹ്മദേവൻ ദേവിയെ സമാധാനിപ്പിച്ചു. ഇന്ദ്രനെ വരുത്തി മറ്റ് എല്ലാ ദേവന്മാരെയും. എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം പറയാൻ പാലാഴിക്കടലിൻ്റെ തീരത്തേക്ക് തിരിച്ചു. ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചിരിക്കുന്നു. പൊറുക്കാൻ വയ്യ. ദുഷ്ടന്മാരെ കൊന്ന് രക്ഷിക്കണം. ദേവന്മാർ കടൽക്കരയിൽ നിന്ന് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. ഒരു കൂട്ട പ്രാർത്ഥന. ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള വിളിയല്ലേ. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്തു വേണം? ദേവന്മാർക്ക് സന്തോഷമായി. വേണ്ടത് പറയാമല്ലോ. ഭഗവാൻ വഴി കണ്ടെത്താതിരിക്കില്ല. ബ്രഹ്മദേവൻ വിഷ്ണുവിനോട് എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ഭഗവാനെ, രാവണൻ എന്ന ഒരു രാക്ഷസനുണ്ട്. അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നു. ആ വിശ്രവസിൻ്റെ പുത്രൻ 3 ലോകത്തും ആരെയും പൊറുപ്പിക്കുന്നില്ല. ഒരു നിലയ്ക്ക് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. വരം കൊടുത്തപ്പോൾ ഇത്രയും വല്ല അപകടകാരിയാകുമെന്ന് കരുതിയില്ല. മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ അവൻ മരിക്കൂ എന്ന വരം നേടുകയാൽ ആ മാർഗം ഉപയോഗിച്ച് ഞങ്ങളെ രക്ഷിക്കണം. ബ്രഹ്മാവിന് പറ്റിയ അമളിയോർത്ത് മഹാവിഷ്ണു ഒന്നു ചിരിച്ചു. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചുവല്ലോ, അതുതന്നെ നല്ല കാര്യം. മഹാവിഷ്ണു ദേവന്മാരെ മാറി മാറി നോക്കി. എല്ലാവരുടെ മുഖത്തും ദുഃഖമുണ്ട്. ധൃതി അരുത് ബ്രഹ്മദേവ. എടുത്തുചാട്ടം പാടില്ല. അത് ആപത്തേ വരുത്തൂ. രാവണൻ നിസ്സാരനല്ല. വരബലം കൊണ്ട് ശക്തനാണ്. മഹാവിഷ്ണു ഓർമ്മപ്പെടുത്തി. പണ്ട് കശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തു. കഠിന തപസ്സാകിയാൽ വരം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു വരം ചോദിച്ചതെന്നോ? മഹർഷിയുടെ മകനായി മഹാവിഷ്ണു പിറക്കണം. വല്ലാത്ത മോഹം തന്നെയല്ലേ.
അന്ന് നൽകിയ വരം രാവണന് നേരെ പ്രയോഗിക്കാം. ഭഗവാൻ തീരുമാനിച്ചു. ദേവന്മാരെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഉത്തരകോസലം എന്നൊരു രാജ്യമുണ്ട്. പ്രസിദ്ധമായ അയോധ്യയാണ് അതിൻ്റെ തലസ്ഥാനം. കശ്യപ മഹർഷി അവിടെ ദശരഥ രാജാവായി ജനിച്ചു. പ്രജാവത്സലനാണ്, ധർമ്മിഷ്ഠനാണ്. സൽഭരണം കാഴ്ചവെച്ചു. സർവരും പുകഴ്ത്തി. എന്നാൽ പൂർവജന്മത്തെക്കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ദശരഥ മഹാരാജാവ് കുട്ടികൾ ഉണ്ടാവാത്തതിലുള്ള ദുഃഖം അനുഭവിക്കുന്ന കാലം. പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല. ദശരഥ രാജാവിൻ്റെ പുത്രനായി കൗസല്യാരാജ്ഞിയിൽ അവതരിക്കാം. ദശരഥൻ്റെ മറ്റു രാജ്ഞിമാരിൽ അനുജന്മാരും പിറക്കും. അടുത്താണ് ജനകരാജ്യം. അവിടെ ലക്ഷ്മി ദേവിയും ജനിക്കും. ദേവിയോടൊപ്പം ചേർന്ന് വേണ്ടത് ചെയ്തു കൊള്ളാം. ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അവതാര രഹസ്യം കേട്ട് സന്തോഷിച്ചു. രാക്ഷസന്മാരെ അമർച്ച ചെയ്യാൻ ബ്രഹ്മാവ് സർവ്വവിധ സഹായവും വാഗ്ദാനം ചെയ്തു. മഹാവിഷ്ണു ആവശ്യപ്പെട്ടു. എന്ത്? ദേവന്മാരെല്ലാം കുരങ്ങന്മാരായി ജനിക്കണം. വാനരന്മാരുടെ പട രാവണയുദ്ധത്തിന് ആവശ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ ആവശ്യം ദേവന്മാർ സ്വീകരിച്ചു. നന്മയ്ക്കുള്ളതല്ലേ, ആർക്കും ഇഷ്ടക്കേട് തോന്നിയില്ല. മഹാവിഷ്ണു അപ്രത്യക്ഷനായി. സന്തോഷത്തോടെ എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. മഹാവിഷ്ണു എടുത്തുചാടുന്നവനല്ല, വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നവനാണ്. അതുകൊണ്ട് ദേവന്മാരെല്ലാം സമയം കളയാതെ വാനരന്മാരായി പിറന്നു. കരുത്തന്മാർ, തന്ത്രശാലികൾ, നേതാക്കന്മാർ, വില്ലാളികൾ, സൈന്യാധിപന്മാർ, പടയാളികൾ, എല്ലാ വിഭാഗത്തിൽപ്പെടാനും യോഗ്യരായവരുണ്ട്. ദശരഥ മഹാരാജാവിന് സന്താന സൗഭാഗ്യമുണ്ടാകണം. എങ്കിലല്ലേ ഭഗവാന് അവതരിക്കാൻ അവസരമുണ്ടാകൂ. കുലഗുരു വസിഷ്ഠനും വേദപണ്ഡിതന്മാരും ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യയിൽ തിരക്കിട്ട് ആലോചന തുടങ്ങി. പുത്ര സൗഭാഗ്യത്തിനുള്ള യാഗം പുത്രകാമീഷ്ടിയാണ്. തപോനിധിയായ ഋഷിശൃംഗൻ്റെ നേതൃത്വത്തിൽ മഹായജ്ഞത്തിന് രൂപം നൽകി. 4 പുത്രന്മാർ ജനിക്കാനുള്ള യോഗം കാണുന്നു. വസിഷ്ഠ മഹർഷി ദശരഥനെ സമാധാനിപ്പിച്ചു. യജ്ഞാവസാനം തീർച്ചയായും ഫലം കാണും. ശാസ്ത്രവിധി പോലെ ദശരഥൻ യാഗം നടത്താൻ തീരുമാനിച്ചു. തശുശാസ്ത്രമനുസരിച്ച് യാഗശാല ഉയർന്നു. യാഗത്തിലെ പങ്കാളികളായ ഋഷിമാർക്കും കർമ്മികൾക്കും താമസിക്കുവാൻ പർണശാലകൾ, പരികർമ്മികൾക്ക് ആലയങ്ങൾ, സാമന്ത രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും കൊട്ടാരങ്ങൾ, പലതരം ഭക്ഷണശാലകൾ, എല്ലാം മന്ത്രിമാരുടെ ചുമതലയിൽ. യജ്ഞദ്രവ്യങ്ങളുടെ മേൽനോട്ടം മഹർഷിമാർക്കു തന്നെ. ഒന്നിലും ഒരു കുറവും പാടില്ല. എല്ലായിടത്തും കുലഗുരുവിൻ്റെ ശ്രദ്ധയുണ്ട്. ഋഷിശൃംഗ മഹർഷിയെയും ഭാര്യ ശാന്താദേവിയെയും യജ്ഞത്തിൻ്റെ കാർമ്മികത്വം ഏൽപ്പിച്ചു. ദശരഥൻ യാഗദീക്ഷ കൈക്കൊണ്ട് പത്നിമാർ വ്രതം അനുഷ്ഠിച്ചു. വസിഷ്ഠ മഹർഷി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. യജ്ഞം ആരംഭിച്ചു. മന്ത്രപുരസ്സരം ഹോമകുണ്ഡത്തിൽ ആചാര്യന്മാർ ആഹൂതികൾ അർപ്പിച്ചു. ഹോമകുണ്ഡം ജ്വലിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ തേജോരൂപം സ്വർണപാത്രത്തിൽ പായസം നൽകി. പുത്രസൗഭാഗ്യത്തിന് ദേവന്മാർ ഉണ്ടാക്കിയ ദിവ്യ പായസം. ദശരഥൻ പായസം സ്വീകരിച്ചു. ഋഷിശൃംഗനെയും വസിഷ്ഠനെയും തൊഴുതു. അവരുടെ അനുമതിയോടെ പായസം 2ആയി പകുത്തു. ഒരു പങ്ക് കൗസല്യയ്ക്കും മറ്റേ പങ്ക് കൈകേയിക്കും കൊടുത്തു. അതിനുശേഷമാണ് സുമിത്ര എത്തിയത്. ചേട്ടത്തിമാർ 2 പേരും പായസത്തിൽ നിന്ന് ഓരോ പങ്ക് സുമിത്രയ്ക്കും കൊടുത്തു. 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. ദശരഥൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൗസല്യ പ്രസവിച്ചു. നാള് പുണർദം, നീലനിറം, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. തലയിൽ സ്വർണ്ണ കിരീടം, കാതിൽ കുണ്ടലങ്ങൾ, താമര പോലത്തെ കണ്ണുകൾ, 4 കൈകൾ. എല്ലാ കൈയിലുമുണ്ട് ആയുധങ്ങൾ: ശംഖ്, ചക്രം, ഗദ, താമര. അതാ മഞ്ഞപ്പട്ടിന് മീതെ അരയിൽ കിങ്ങിണി, മാറിൽ വനമാല, വള, ചിലമ്പ്. എന്തൊക്കെ ആഭരണങ്ങളാണെന്നോ! കണ്ടാൽ കൊച്ചു മഹാവിഷ്ണുവിനെ പോലെ തന്നെ. അതെ, മഹാവിഷ്ണു ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി പിറന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. കൗസല്യ ഭഗവാന്റെ പൂർണ്ണരൂപം കണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്തു വേണം? ഭഗവാൻ തന്നെ മകനായി ജനിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ രൂപമല്ലേ ഈ കണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ കൗസല്യയും ദശരഥനും ചെയ്ത പുണ്യം. ദർശനം കാണാതായി. ഭഗവാൻ സാധാരണ ബാലനായി അമ്മയുടെ മടിയിൽ കിടന്ന് കരഞ്ഞു. പരബലം കൊണ്ട് സമ്പാദിച്ച രാവണൻ്റെ ശക്തി അവസാനിക്കാൻ പോകുന്നു. മനുഷ്യരൂപത്തിൽ മഹാവിഷ്ണു ജനിച്ചു. അതാണ് രാമൻ. രാവണൻ്റെ മരണത്തിന് ഉറപ്പ് വന്നിരിക്കുന്നു.
കൈകേയി പ്രസവിച്ചു ഭരതനെ. സുമിത്രയ്ക്ക് 2 കുട്ടികൾ. ഒന്ന് ലക്ഷ്മണൻ, മറ്റേത് ശത്രുഘ്നൻ. രാജഗുരു കുട്ടികൾക്കെല്ലാം പേരിട്ടു. എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളാണെങ്കിലും ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടുമൊപ്പമാണ് കൂടുതൽ കൂട്ട്. 4 മക്കളും രാജകൊട്ടാരത്തിൽ കളിച്ചു വളർന്നു. മിടുക്കന്മാരായ കുട്ടികൾ, പൊന്നോമനകൾ. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, അയോധ്യയ്ക്കും ലോകത്തിനു തന്നെയും. രാജകുമാരന്മാർ വളർന്നു വലുതായി. ഉപനയനം കഴിഞ്ഞു. വേദവും ശാസ്ത്രവും പഠിച്ചു. ആയുധവിദ്യയിൽ 4 പേരും മിടുക്കന്മാരായി തീർന്നു. പണ്ടുകാലത്ത് ഒരേ കുലത്തിൽപ്പെട്ടവരെ പഠിപ്പിക്കാൻ രാജ്യത്തൊരു കുലഗുരു കാണും. ആ മഹർഷി രാജാവിൻ്റെ പ്രൗഢിക്ക് ഒത്തവണ്ണം സമർത്ഥനായിരിക്കും. കുലഗുരുവിൻ്റെ ആജ്ഞ രാജാവ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് രാജകുമാരന്മാർ ലോകനാഥന്മാരായി തീർന്നു. പില്ലാളികളായ മക്കളെ കണ്ട് ദശരഥ മഹാരാജാവ് അഭിമാനം കൊണ്ടു. അമ്മമാരോ അവരെ താലോലിച്ചു. കാണാൻ കൊതിച്ചുണ്ടായ മക്കളല്ലേ. സന്തോഷത്തിൽ മുഴുകി നാളുകൾ കടന്നുപോയി.